മെൻസ് കഴിക്കണം, ഓർണമെൻറ്റ്സ് കഴിക്കാൻ പാടില്ല. ഇങ്ങനെ ജനാധിപത്യപരമായ എല്ലാ അവകാശങ്ങളും കുട്ടികൾക്ക് ജന്മപരമായി കിട്ടുന്ന അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് വസ്ത്രധാരണം നിഷേധിക്കുന്ന രീതിയിലേക്കാണ് ഈ വിവാദ മാന്യത പരിഷ്കരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ക്യാമ്പസ് കൊണ്ട് നിരന്തര സമരത്തിലേക്ക്, കാരണം കുട്ടികളെന്ത് ധരിക്കണമെന്ന് കുട്ടികളാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ CBSE. നമ്മളിവിടെ ഉയർത്തുന്ന ഒരു ചോദ്യം, കുട്ടികളെ കോപ്പി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, മാനുഫാക്ചറിംഗ് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പരിഷ്കരണം വരുത്തിയത് എന്ന് CBSE പറയുമ്പോൾ ഫുൾ സ്ലീവ് ധരിച്ച് എക്സാം എഴുതിയാൽ കോപ്പി അടിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഹാഫ് സ്ലീവ് ധരിക്കണമെന്നാണ് പറയുന്നത്. ഹാഫ് സ്ലീവ് ധരിച്ചിട്ട് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, പിന്നീട് അടുത്ത വർഷം CBSE മാനുവൽ പരിഷ്കരിച്ചിട്ട് അടിവസ്ത്രത്തിൽ കുട്ടികളെ പരീക്ഷ എഴുതിക്കുമെന്നുള്ളതാണ്. ഈ രീതിയിൽ വളരെ തുഗ്ലക്കിൻ്റെ പരിഷ്കാരം ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ വളരെ മോശമായ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് വിദ്യാർത്ഥിനികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അവകാശത്തിന് മേലെ കൈകടത്തിയതിനെതിരെ ക്യാമ്പസ് ഫണ്ട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് തന്നെ ഈ വിഷയം അറിഞ്ഞത് മുതൽ തന്നെ സമരരംഗത്താണ്. അതുമായി ബന്ധപ്പെട്ട് ഇതേ റീജിയണൽ ഓഫീസിലേക്ക് ഞങ്ങൾ ഒരു ഉപരോധ സമരം നടത്തിയിരുന്നു. അന്ന് വളരെ സമാധാനപരമായിട്ട് ഓഫീസിൻ്റെ മുമ്പിൽ പോലീസുകാർ തടഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ കുത്തിയിരിക്കുകയും ഈ റീജിയണൽ ഓഫീസ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മഹേഷ് ബി ധർമാധികാരി സാറിനെ നേരിൽ കണ്ട് ഞങ്ങൾ പരാതി ബോധിപ്പിക്കുകയും ചെയ്തു. വേണ്ട നടപടികൾ സ്വീകരിച്ചു കൊള്ളാം, വേണ്ട രീതിയിൽ ബോർഡ് മീറ്റിങ്ങിലൊക്കെ അറിയിച്ചിട്ട് നടപടി സ്വീകരിക്കാം എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പിരിഞ്ഞു പോവുക ചെയ്തത്. കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടപ്പോൾ ഒരു നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് വീണ്ടും ശക്തമായ രീതിയിലേക്ക് ഇതിൻ്റെ ചർച്ചകൾ പോലും ഉയർന്നു വരാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാമ്പസ് ഫണ്ട് വിദ്യാർത്ഥിനികളെ, ഈ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിനികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ അവകാശത്തിന് വേണ്ടി അവർ സമരം. ഇത് ഞങ്ങൾ പറയുന്നത് ഈ ഒരു ഖരാവോ സമരമാണ് ഇന്ന് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഈ ഒരു സമരം കൊണ്ട് തന്നെ അവസാനിപ്പിക്കില്ല. ഈ വിവാദ മാനുവലിൽ വിവാദ പരാമർശങ്ങൾ CBSE പിൻവലിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ തീർച്ചയായും ക്യാമ്പസ് ഫണ്ടിൻ്റെ വിദ്യാർത്ഥിനികൾ, കേരളത്തിലെ മുഴുവൻ ഈ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വിദ്യാർത്ഥിനികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പരീക്ഷ നടത്താൻ സമ്മതിക്കില്ല എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്.